യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. സാധാരണ ട്രാഫിക് സിഗ്നൽസ് 2-3 കളറുകൾ സിഗ്നൽസിൽ കാണാറുണ്ടല്ലോ. ചുവപ്പ് സിഗ്നൽ, പച്ച സിഗ്നൽ, മഞ്ഞ സിഗ്നൽ. ഒരു ട്രാഫിക്കിൽ ചുവപ്പ് സിഗ്നൽ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോപ്പ്, മുൻപോട്ട് പോകരുത്. പച്ച സിഗ്നൽ കാണിക്കുന്നത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക എന്നാണ്. എന്നാൽ മഞ്ഞ സിഗ്നൽ പറയുന്നത് സൂക്ഷിച്ചു പോവുക, ശ്രദ്ധിച്ചു പോവുക, അല്ലെങ്കിൽ നിർത്തി നോക്കിയ ശേഷം പോവുക. നമ്മുടെ ആത്മീയജീവിതത്തിൻ്റെ നടപ്പിലും നമുക്കിങ്ങനെ 3 സിഗ്നൽസ് തിരുവചനം പരിശോധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ആത്മീയജീവിതത്തിന് റെഡ് സിഗ്നൽസ് ഉണ്ട്, ചുവന്ന അടയാളങ്ങൾ. വിശുദ്ധ വചനം വ്യക്തമായും നമ്മെ സംബന്ധിച്ച് നിരോധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏറ്റവും എടുത്ത് പറയാവുന്ന കാര്യം പാപം സംബന്ധിച്ചാണ്. കർത്താവ് പറഞ്ഞു, നോ മോർ സിൻ, ഇനി പാപം ചെയ്യരുത്. അപ്പോസ്തലൻ പറയുമ്പോൾ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ. പാപം ദൈവവചനം വ്യക്തമായി നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്, റെഡ് സിഗ്നലുള്ള കാര്യമാണ്. ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിക്കരുത്. ജഡപ്രകാരമുള്ള ജീവിതം നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഡു നോട്ട്. അരുതെന്ന് പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ വ്യക്തമായി തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ റെഡ് സിഗ്നലിനോട് ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഗ്രീൻ സിഗ്നൽസ് ഉണ്ട്, പച്ച അടയാളങ്ങളുണ്ട്. പച്ച അടയാളങ്ങൾ ദൈവവചനം നാം ചെയ്യണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഡു, ചെയ്യുക, പോകുക, പ്രൊസീഡ്, മുമ്പോട്ട് പോകുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതിനായിട്ട് ദൈവവചനം വ്യക്തമായിട്ട് അനുശാസിക്കുന്ന അനേക കാര്യങ്ങൾ. ദൈവത്തോടും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ മുന്നമേ ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. ഗോൺ സീക്കിംഗ്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തോട് തന്നെ പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം നാം നടക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നതിൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധ ജീവിതം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചു. ദാറ്റ്സ് സംതിങ് ടു ഡു. ആത്മാവ് നിറമുള്ളവരായി നാം തുടർമാനം ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് പ്രേ ഇൻ ദ സ്പിരിറ്റ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഗോ ഡൂയിങ്, ചെയ്തുകൊണ്ടിരിക്കുക. അതിനോട് ചേർന്ന് നമുക്ക് യെല്ലോ സിഗ്നൽസ് ഉണ്ട്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കെ തന്നെ ദൈനംദിന ജീവിതത്തിലുള്ള അനേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തിരുവചനത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഒരു യെല്ലോ ലൈറ്റിൽ നിന്ന് മാത്രമേ, ഒരു മഞ്ഞ വെളിച്ചത്തിൽ നിന്ന് മാത്രമേ അതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നിശബ്ദമാണ് തിരുവചനം. നമ്മുടെ വീടിൻ്റെ വലിപ്പം എത്രയാകാം, എത്ര മുറിയാകാം, എന്ത് പെയിൻ്റ് അടിക്കാം, നമുക്ക് പൂച്ചട്ടി വെക്കാൻ പാടില്ലയോ, ഏത് കളറുള്ള ഡ്രസ്സ് ഇടാം, ഞായറാഴ്ച ഏത് വേഷമിടണം, ഞായറാഴ്ച ജോലി ചെയ്യാമോ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഏത് ജോലി ചെയ്യാം, എന്തെല്ലാം തൊഴിൽ ചെയ്യാം, എത്ര സമയം വർക്ക് ചെയ്യാം, ഒരുപാട് ചോദ്യങ്ങൾ. ദൈനംദിന ജീവിതത്തിലെ അനേക കാര്യങ്ങൾ ഈ യെല്ലോ ലൈറ്റിലാണ്, വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ആ കാര്യത്തെയാണ് നാം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. യഹൂദ നിയമത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ തോറ ആയിരുന്നു, അവരുടെ ന്യായപ്രമാണം, അവരുടെ പഞ്ചഗ്രന്ഥങ്ങൾ, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, തോറ. അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ എല്ലാ നിലയിലും ബാധിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, പ്രവൃത്തിപഥത്തിലാക്കണമെന്നുള്ളത് സംബന്ധിച്ച് പല കാര്യങ്ങൾക്കും വ്യക്തതയില്ലായിരുന്നു. ഉദാഹരണത്തിന്, ശബ്ബത്തിൽ പ്രവൃത്തി ചെയ്യരുത്, ആ കൽപ്പന ക്ലിയറാണ്. എന്നാൽ ശബ്ബത്തിൽ പ്രവൃത്തി ചെയ്യരുതെന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുകയാണോ ചെയ്യേണ്ടത്? ഉറക്കം തന്നെ ഒരു പ്രവൃത്തിയാണോ? ഇരിക്കാമോ, നടക്കാമോ, വീട് വൃത്തിയാക്കാമോ,
പശുവിനെ കുളിപ്പിക്കാമോ? കർത്താവ് തന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ആട് കിണറ്റിൽ വീണാൽ പുറത്തെടുക്കുവാനായിട്ട് കഴിയുമോ? ഭക്ഷണം പാകം ചെയ്യാമോ? തീ കത്തിക്കാമോ? ഇതേതാണ് പ്രവൃത്തി, ഏത് പ്രവൃത്തിയല്ല? ഇങ്ങനെയുള്ള അനേക സങ്കീർണതകൾ ഈ കൽപ്പനകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദ അറബിമാർ തോറ എന്ന് പറയുന്ന ഈ ന്യായപ്രമാണത്തെ പ്രായോഗിക ബന്ധത്തിൽ, ദൈനംദിന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ സമഗ്രമായിട്ട് വിശദീകരിച്ച് ഓരോ സന്ദർഭത്തിലേക്കും അതെങ്ങനെ അപ്ലൈ ചെയ്യണം, പ്രായോഗികമാക്കണമെന്നുള്ളതിന് അനേക നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങൾക്കാണ് മിഷ്ന എന്ന് പറയുന്നത്. 6000 നിയമങ്ങളുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞൊരു യഹൂദനെ സംബന്ധിച്ചോളം നിയമങ്ങളുടെ അകത്തായിരുന്നു അവൻ്റെ ജീവിതം. എങ്ങോട്ട് തിരിഞ്ഞാലും, പുറത്തു പോയാലും, അകത്ത് വന്നാലും എല്ലാ കാര്യങ്ങളിലും ധാരാളം നിയമങ്ങളുടെ കീഴിലായിരുന്നു അവൻ. ഇതിനെക്കുറിച്ചാണ് ന്യായപ്രമാണത്തിൻ്റെ ബോണ്ടേജ് ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ അടിമത്തം എന്ന തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ന്യായപ്രമാണം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തൊടുന്നിടത്തെല്ലാം നിയമത്തിൻ്റെ കീഴിലാണ്. ഈ ബന്ധത്തിലാണ് പുതിയ നിയമത്തിൽ യാക്കോബ് ഈ പശ്ചാത്തലത്താണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കി ചെയ്യുന്നത്. ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം. എന്താ അതിൻ്റെ വ്യത്യാസം? ഒരിടത്ത് കൃത്യമായിട്ടെല്ലാം വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പലതും എഴുതി വച്ചിട്ടില്ല. ഈ കാര്യങ്ങളാണ് യെല്ലോ ലൈറ്റ്, മഞ്ഞ വെളിച്ചത്തിൽ. സ്റ്റോപ്പ്, കൺസിഡർ, പോസ്, പ്രൊസീഡ്. ശ്രദ്ധിക്കുക, ചിന്തിക്കുക, പരിഗണിക്കുക, മുമ്പോട്ട് പോവുക. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ദൈവവചനത്തിൻ്റെ പ്രകാശത്തിലും നമുക്കൊരു സമയത്ത് ലഭിച്ചിരിക്കുന്ന പരിജ്ഞാനത്തിലും മനസ്സാക്ഷ്യത്തിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉത്തമ ബോധ്യത്തിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ലോ ഓഫ് ലിബർട്ടി, ന്യായപ്രമാണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമായിരിക്കും. നമ്മളെ സമയത്തോളം നമുക്കനേക നിയമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളല്ല പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നിയമങ്ങൾ. നാം റോമാലേഖനം 14 അധ്യായം വായിച്ചാൽ സസ്യാഹാരം, മാംസാഹാരം, ദിവസങ്ങളുടെ ആചരണം അവിടെ വായിക്കുന്നു. ഒരുവൻ എല്ലാ ദിവസവും ഒരുപോലെ കാണുന്നു, വേറൊരുവൻ ചില പ്രത്യേക ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ചിലർ ചില ഭക്ഷണങ്ങൾ വർജിക്കുന്നു, ചില സമയത്തോളം ചിലത് വർജിക്കാതിരിക്കുന്നു, എല്ലാം സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നു. വാട്ട് ഈസ് റൈറ്റ്? ഇതിലേതാണ് ശരി? പലപ്പോഴും ഇന്ന് ഈ ചോദ്യം ചോദിച്ചാൽ പലർക്കും വ്യക്തമായ ഉത്തരവുണ്ട്. കഴിക്കാൻ പാടില്ല, കഴിക്കാം. ഇന്ന ദിവസം ആചരിക്കണം, ഇന്ന ദിവസം ആചരിക്കാൻ പാടില്ല. പക്ഷെ തിരുവചനത്തിൽ ആ ഭാഗം ശ്രദ്ധിച്ചാൽ പറയാം, ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ 100,000 കാര്യങ്ങളുടെ ഉത്തരം അവിടെയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, താൻ ഈ കാര്യം ചെയ്യുമ്പോൾ, തൻ്റെ ഉത്തമ ബോധ്യത്തിൽ ചെയ്യുമ്പോൾ അവൻ വിധിക്കപ്പെടുന്നില്ല. അവിടെ അതുപോലെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ലെറ്റ് us not judge one another in this. മറ്റൊരാൾ അവൻ്റെ ഉത്തമ ബോധ്യത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്ന കാര്യങ്ങൾ നീ വിധിക്കരുത്. ദൈവവചനം വ്യക്തമായി നിഷ്കർഷിക്കാത്ത അനേക കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പരിധികളുണ്ട്. ആ പരിധികളുടെ ഉള്ളിൽ നിന്നുണ്ട് ഓരോരുത്തരും അവരുടെ ഉത്തമ ബോധ്യത്തിൽ ചെയ്യുവാൻ. ഹാവ് ഫ്രീഡം ആൻഡ് ഗീവ് ഫ്രീഡം. സ്വാതന്ത്ര്യം സ്വീകരിക്കുക, സ്വാതന്ത്ര്യം നൽകുക. അങ്ങനെ ജീവിക്കുവാനായിട്ടുള്ള അനുവാദത്തിൻ്റെ നിയമമായിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമല്ല പുതിയ നിയമത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കടകരമായിരിക്കുന്ന കാര്യം, ദൈവവചനത്തിൽ വ്യക്തമായിട്ട് റെഡ് ആൻഡ് ഗ്രീൻ, അരുതെന്ന് പറയുന്ന കാര്യങ്ങളും ആകാമെന്ന് പറയുന്ന കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിരിക്കുക. ആ കാര്യം നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സകല മനുഷ്യർക്കും നന്മ ചെയ്യുക, സകലോട് സമാധാനമായിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ഇതെല്ലാം ഇതെല്ലാം ഗ്രീൻ ലൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നാം ചെയ്യേണ്ടതിനായിട്ട്, മുമ്പോട്ട് പോകേണ്ടതിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. റെഡ് ലൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ലോകത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ജഡത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്ന ഈ കാര്യങ്ങൾ നാം പലപ്പോഴും ലംഘിക്കുന്നു. ഒന്നുകിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ലംഘിക്കുന്നു. എന്നിട്ട് മഞ്ഞ വെളിച്ചത്തിൽ വ്യക്തമല്ലാതെ ഓരോരുത്തരുടെ ഉത്തമബോധ്യം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നാം ഈ കാര്യങ്ങൾക്കെല്ലാം കൽപ്പനകൾ ഉണ്ടാക്കുന്നു. കൽപ്പനയുള്ള കാര്യങ്ങളെ നാം അവഗണിക്കുന്നു. കൽപ്പന വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത കാര്യം, വി മേക്ക് കമാൻഡ്മെൻറ്റ്സ് വേർ ദർ ഇസ് നോ റിട്ടൺ കമാൻഡ്മെൻറ്റ്. എഴുതപ്പെട്ടിരിക്കുന്ന കൽപ്പനയില്ലാത്തടത്ത് നാം വേണ്ട കൽപ്പനകളെല്ലാം ഉണ്ടാക്കുന്നു. ദാറ്റ്സ് എ ട്രാജഡി. ഒരു വലിയ വൈരുദ്ധ്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഞായറാഴ്ച ജോലി ചെയ്യാമോ? ആഭരണം ധരിക്കാമോ? ഞായറാഴ്ച ഏത് വേഷമിടണം? ഓരോരോ കാര്യങ്ങളും അനേക ദൈനംദിന ജീവിതത്തിലെ വളരെ വളരെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത പറയാത്ത കാര്യങ്ങൾ, നമുക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ നാം ഓരോ കാര്യത്തിലും ഉണ്ടാകും. മറുവശത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
നാം ശ്രദ്ധിക്കാതെയും പോകുന്നു. എൻ്റെ പ്രിയ സ്നേഹിത, ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനം സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. അത് ഹൃദയപൂർവ്വം മനസ്സിൽ കരുതിക്കൊണ്ട് ആ വെളിച്ചത്തിൽ പോവുക. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോ ഹാസ് എ ഗ്രേറ്റ് പ്രൊട്ടക്ഷൻ. എപ്പോഴും നിയമത്തിന് വലിയ സംരക്ഷണയുണ്ട്. സ്വാതന്ത്ര്യത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ സ്വാതന്ത്ര്യം നൽകുമ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യം ഹൗ ഇറ്റ് ഷുഡ് ബി ഗൈഡഡ്, അതെങ്ങനെ പോകണമെന്നുള്ളതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഡയറക്ഷൻസ് നൽകുന്നുണ്ട്. ഒന്ന്, യൂസ് യുവർ ഫ്രീഡം ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചുകൊള്ളുക. ദൈവഭയത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറ നിൽക്കുന്നത് പോലെ സ്വാതന്ത്ര്യം പലപ്പോഴും ദൈവഹിതത്തിന് വിരോധമായി പോവുകയും നമ്മുടെ സ്വയ താല്പര്യങ്ങൾക്കും ഇച്ഛയ്ക്കും അനുസൃതമായിട്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു പ്രവണത പുതിയ നിയമ സ്വാതന്ത്ര്യത്തിൽ അനേകർ എടുക്കാറുണ്ട്. ദർ ഇസ് നോ ലോ, ഇവിടെ കൽപ്പനയില്ല എന്ന് പറഞ്ഞുള്ള സ്വാതന്ത്ര്യം ദൈവഭയത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം. നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വചനത്തിൽ സൂചനകളുണ്ട്. നാം ഹൃദയപൂർവ്വം വചനത്തിൽ അന്വേഷിച്ചാൽ വചനത്തിൻ്റെ ആത്മാവ് നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എടുക്കേണ്ട നടപടിയെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് നൽകുന്നു. ആത്മാവിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം. അക്ഷരപ്രകാരമല്ല, ആത്മാവിൽ ഉപയോഗിക്കണം. നിങ്ങളുടെ ആത്മാവ് കൊണ്ട് ജീവിക്കണം. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ദൈവികമായിരിക്കുന്ന വ്യക്തത, ക്രിസ്തുവിൻ്റെ ആത്മാവ് ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത തരും. ആ വ്യക്തിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തോട് അടുപ്പിക്കുമോ, ദൈവത്തിൽ നിന്ന് അകറ്റുമോ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കാനിടയാക്കി തീർക്കുമോ, നിങ്ങളെ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ടിടയായി തീരുമോ. ദൈവഭയത്തിൽ അത് ഉപയോഗിക്കണം. പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം ഭൗതികതയായിട്ടും ലോകമയത്വമായിട്ടും നിയമലംഘനമായും പല നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കപ്പെടാം. ദൈവഭയത്തിൽ സൂക്ഷിക്കപ്പെടണം, ആത്മാവിൽ സൂക്ഷിക്കപ്പെടണം, വചനപ്രകാരം സൂക്ഷിക്കപ്പെടണം. യൂസ് മോഡറേഷൻ, മിതത്വം ഉള്ളവരായിരിക്കണം. ക്രിസ്തീയത ഒരു അസറ്റിക് വർജനത്തിൻ്റെ ഒരു മാർഗമല്ല. അതിൻ്റെ അർത്ഥം പെർമിസീവ് അല്ല, ലൈസൻഷ്യസ് അല്ല, എല്ലാത്തിനും അനുവാദം ധാരാളം തന്നിരിക്കുന്നൊരു മാർഗവുമല്ല. ദൈവവചനത്തിൽ വ്യക്തമായിട്ട് ബി ടെമ്പറേറ്റ് ഇൻ എവറിത്തിങ്, സകലത്തിലും മിതത്വം പാലിക്കുക. ആ വചനം വളരെ മനോഹരമായിരിക്കുന്ന വചനമാണ്. അത് ആത്മാവിൽ നിന്ന് ഉപയോഗിക്കേണ്ട വചനമാണ്. ലീവ് ദ ലോ ഓഫ് എഡിഫിക്കേഷൻ. അതെ, നാം ആത്മീയവർദ്ധനത്തിൻ്റെ നിയമത്തിൽ ജീവിക്കണം. പൗലോസ് പറയുന്നത് എല്ലാത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും എല്ലാം ആത്മീയവർദ്ധന വരുത്തുന്നില്ല. എല്ലാത്തിനും എനിക്ക് ലിബർട്ടിയുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും ഞാൻ എല്ലാത്തിനും വിധേയപ്പെടുകയില്ല, എല്ലാം ബിൽഡ് ചെയ്യുന്നില്ല, എല്ലാം പണിയുന്നില്ല. ഇതിൻ്റെ എല്ലാം നടുവിൽ വാട്ട് റിയലി ഹെൽപ്സ് പ്രോഫിറ്റ്സ് എഡിഫൈസ്, ഏതാണ് വാസ്തവത്തിൽ സഹായകമായിരിക്കുന്ന, പണിയപ്പെടുന്നത്, ദൈവത്തോട് അടുപ്പിക്കുന്ന, ആത്മീയവർദ്ധന വരുത്തുന്നത്, ഈ ഒരു പ്രിൻസിപ്പിളിൽ കൂടിയാണ് ദ ലോ ഓഫ് എഡിഫിക്കേഷൻ. ആത്മീയവർദ്ധന നിയമത്തിൽ പൗലോസിൻ്റെ ജീവിതത്തെ സൂക്ഷിച്ചതായിട്ട് കാണും. ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ക്രിസ്തീയത അക്ഷരത്തിൻ്റെ ക്രിസ്തീയതയാണ്, അനേക നിബന്ധനകളുടെ കീഴിലുള്ളൊരു ജീവിതമാണ്, ഡൂസ് ആൻഡ് ഡോൺസ്, അനേക ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ള കൽപ്പനകളുടെ കീഴിലാണോ, അതോ പുതിയ നിയമത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും ദൈവഭയത്തിലും ആത്മാവിൻ്റെ നടപ്പിലും ദൈവവചനത്തിൻ്റെ ആ വിശാലമായിരിക്കുന്ന ആ വെളിപ്പാടിൽ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തെ മനോഹരമായിട്ട് കാണുവാൻ നിങ്ങൾ ഇടയായിത്തീരുന്നു. നിങ്ങളുടെ ജീവിതം ആത്മാവിൽ വളർന്ന് ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും തിരിച്ചറിഞ്ഞ് ആ നില അർത്ഥപൂർണ്ണമായിരിക്കുന്ന ജീവിതത്തിലേക്ക് വളരുവാനായിട്ടുള്ള വലിയ സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ദാറ്റ്സ് വാട്ട് ഐ ഓഫർ ബിഫോർ യു. ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്ന ആ വലിയ സാധ്യത അതാണ്. ടേക്ക് ഇറ്റ്, ഹോൾഡ് ടു ഇറ്റ്. അത് സ്വീകരിക്കുക, മുറുകെ പിടിക്കുക. മനോഹരമായിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈ ലക്ഷ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഈ നല്ല ജീവിതത്തിൽ വെറും അക്ഷരങ്ങളുടെയല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ അങ്ങേ സേവിച്ച് ക്രിസ്തീയ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപമായി അർത്ഥവത്തായ ആത്മീയ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ സേവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കും. യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ തന്നെ. ആമേൻ.